എന്തുകൊണ്ട് SSC GD എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല? ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ലാസ്റ്റ് 2 ക്ലാസ് വീഡിയോസ് ആണ്. എന്താണെന്നായിരിക്കും നിങ്ങളിപ്പം ആലോചിക്കുന്നത്. നമ്മുടെ ദിശ അക്കാഡമിയുടെ ക്ലാസ്സുകൾ കാണുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ, അല്ലാതെ ക്ലാസ് കണ്ടന്റ് അല്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വരുന്ന SSC GD എക്സാം ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കുക. എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ ലാസ്റ്റ് 2 വീഡിയോസ് ക്ലാസ് വീഡിയോസ് ആയിട്ട് ഇനി അങ്ങോട്ട് കുറച്ച് ക്ലാസ് വീഡിയോ സീരീസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് വീഡിയോസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താനുണ്ട്. ഇപ്പോൾ ഇപ്പം നിങ്ങൾക്കറിയാം, നിരവധി ചാനലുകളുണ്ട് SSC ആർമിയുടെ അല്ലെങ്കിൽ GDയുടെ ക്ലാസ്സുകൾ ചെയ്യുന്ന ചാനലുകൾ. പല ആളുകളും ക്ലാസ്സുകൾ എപ്പോഴും എക്സാമിനോട് അടുപ്പിച്ച്, നമ്മളും അങ്ങനെയാണ് ചിന്തിച്ച് എക്സാമിനോട് അടുപ്പിച്ച് ക്ലാസ്സുകൾ ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, വളരെ മുന്നേ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ക്ലാസ്സുകൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ വളരെയധികം കുറവാണ്. ഇപ്പൊ നമ്മൾ തന്നെ ലാസ്റ്റ് 2 ക്ലാസ്സുകൾ ചെയ്തു. അത് എത്ര വിദ്യാർത്ഥികളാണ് ഈ ക്ലാസ്സുകൾ കണ്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം അല്ലെങ്കിൽ മനസ്സിലാക്കി തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നത്? വളരെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമാണ്. കൂടുതൽ പേരും നോൺ കണ്ടന്റുകളുടെ പുറകെയാണ്. അതുകൊണ്ടാണ് ഇത്തരം ചാനലുകൾ ഏറ്റവും കൂടുതൽ നോൺ കണ്ടന്റ് വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നീട് അവരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ക്ലാസ്സുകൾ കാണാൻ വളരെ മുന്നേ, ഇപ്പൊ 2026 നോട്ടിഫിക്കേഷൻ വരുന്ന, 2027 പരീക്ഷ നടക്കാൻ പോകുന്ന GD എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യുക? വളരെ മുന്നേ തന്നെ ഇതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അതിന് യാതൊരു തർക്കവുമില്ല. പല ആളുകളും വൈകി വന്ന് ഈ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാറുണ്ട്. പിന്നീട് വെപ്രാളം പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാവർക്കും ക്ലാസ്സുകൾ വേണം. എപ്പോഴാണ്? എക്സാമിന് 2 മാസം മുന്നേ. ആ 2 മാസം മുന്നേ ഇടുന്ന എഫേർട്ട് മാത്രമേ ഈ പരീക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ ഒരു നല്ല ശതമാനം ആളുകൾ ഇടുന്നുള്ളൂ. വളരെയധികം ആളുകൾ വളരെ മുന്നേ പ്രിപ്പയർ ചെയ്ത്, 1 വർഷം എടുത്ത് പ്രിപ്പയർ ചെയ്ത് തീർച്ചയായും ആ എക്സാമിന് വേണ്ടി തയ്യാറെടുത്താൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും പഠിക്കാൻ പറ്റും. ഇപ്പൊ ദിശ അണ്ണയുടെ തന്നെ യൂട്യൂബ് ചാനലിൽ എത്ര പ്ലേലിസ്റ്റുകളുണ്ട്! മെയിൻ ചാനലിൽ തന്നെ 3ഓളം പ്ലേലിസ്റ്റുകളുണ്ട്. ഈ ചാനലിൽ തന്നെ 2ഓളം പ്ലേലിസ്റ്റുകളുണ്ട്. ഈ വർഷത്തെ എക്സാമിന് വേണ്ടി പുതിയ പ്ലേലിസ്റ്റ് കൂടി ആരംഭിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ധാരാളം ക്ലാസ്സുകൾ കണ്ട് പഠിക്കാൻ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ കാണും, ഞാൻ ഈ ഫോട്ടോസ് വെക്കാനുള്ള കാരണമാണ്, ഇതിലുള്ള വിദ്യാർത്ഥികൾ ആരും ഷോർട്ട് കട്ടിലൂടെ പഠിച്ചവരല്ല. ചിലപ്പോൾ ഒരു പ്രാവശ്യം എഴുതി എക്സാം പറ്റാതെ വന്നിട്ട് അടുത്ത പ്രാവശ്യം ടൈം ഇൻവെസ്റ്റ് ചെയ്ത് വളരെ മുന്നേ തന്നെ വൃത്തിയായി പഠിച്ചവരാ. ഇപ്പൊ ജിയോണയുടെ ഒക്കെ കേസ് എനിക്കറിയാം. കൃത്യമായിട്ട് അവർ ആ റാങ്കിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി അവർ 1 ഇയർ ഡെഡിക്കേറ്റഡ് ആയി പഠിച്ചിട്ട് തന്നെയാണ്. അപ്പൊ എന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഇത് തന്നെയാണ്. നിങ്ങൾ കുറെ പേര് ചോദിക്കും, എന്തുകൊണ്ട് സാർ എനിക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല? അതിനൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഈ എക്സാമിന് വേണ്ടി പഠിക്കുക. വളരെ മുന്നേ പഠിച്ചു തുടങ്ങുക. അതാണ് ഞാൻ പറഞ്ഞ ക്ലാസ് വീഡിയോസ് ഇടുമ്പോൾ ആർക്കും വേണ്ട. എക്സാം ആവട്ടെ സാർ, ഇനി എക്സാം 1 വർഷം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, അന്നേരം പഠിക്കാം. ക്ലാസ് കണ്ടന്റുകൾ ഫോളോ ചെയ്ത് പഠിക്കുന്നില്ല. പക്ഷേ എക്സാമിനോട് അടുപ്പിച്ച് വരുന്ന എല്ലാ ക്ലാസ് കണ്ടന്റ്സും ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് ചെയ്ത ക്ലാസ് വീഡിയോസ് ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയാം, ഒരുപാട് പേര് എക്സാം ടൈമിൽ ചെയ്യുന്ന ക്ലാസ്സുകൾ കണ്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ വളരെ മുന്നേ പഠിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അപ്പൊ ദയവ് ചെയ്ത്, ഞാൻ ദിശ അക്കാഡമിയോടൊപ്പം സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികളോടാണ് ഈ പറയുന്നത്, മറ്റാരോടുമല്ല. നിങ്ങൾ തീർച്ചയായിട്ടും ദിശ അക്കാഡമിയോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അവരാഗ്രഹിക്കുന്ന പോസ്റ്റിലേക്ക് എത്തണമെന്ന് അക്കാഡമി അത്രത്തോളം ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും വളരെ മുന്നേ പഠിച്ചു തുടങ്ങുക. ഏത് മീഡിയത്തിലൂടെ നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. ഇപ്പൊ ദിശ അക്കാഡമി ഈ SSC GD എക്സാമുകൾക്ക് വേണ്ടി 3 സോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഫ്ലൈനായിട്ട് പഠിക്കാം, ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ പഠിക്കാം, യൂട്യൂബിലൂടെ പഠിക്കാം. ഏത് മീഡിയത്തിലൂടെ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്കറിയാം, ദിശ അക്കാഡമി ഈ എക്സാമിന് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. എക്സാം ക്വാളിഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി എന്ത് ചെയ്യാം? ഫിസിക്കൽ പഠിക്കാം, ഇന്നടത്ത് ചെയ്യണം, ഇന്നത് ചെയ്യണം എന്നൊന്നും അക്കാഡമി പറയുന്നില്ല. ചിലർ സെൽഫായിട്ട് തന്നെ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. റണ്ണിങ് മാത്രമേ ഉള്ളതുകൊണ്ട് സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടു തന്നിരിക്കുക. പക്ഷേ എനിക്ക് ഒരു കാര്യം ഈ GD എക്സാം ഫോക്കസ് ചെയ്യുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നിട്ട് അന്നേരം വെപ്രാളം കയറി പഠിക്കാൻ നിൽക്കരുത്. മുന്നേ പഠിച്ചു തുടങ്ങുക. വളരെ സീരിയസ് ആയി പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാം. എന്ത് സപ്പോർട്ടോ കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് ചോദിക്കാം. അതുൽ സാറുണ്ട്, ഞാനുണ്ട്, നിത്യ മിസ് ഉണ്ട്, അതുപോലെ ഋഷിക മിസ് ഉണ്ട്. ഒരുപാട് ഫാക്കൽറ്റീസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് തരാനായിട്ടുണ്ട്. അവരുടെ സഹായങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിച്ച് തീർച്ചയായിട്ടും ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാം. ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാസ്റ്റ് 2 ഡേയ്സ് ഞാൻ വിചാരിച്ചൊരു ക്ലാസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ലെങ്തി ക്ലാസ്സുകളൊന്നും വേണ്ട, ചെറുതായിട്ട് രസകരമായി
നമ്മുടെ കുട്ടികളെ കണ്ടന്റ് പഠിപ്പിച്ച് പോകാം എന്ന വിചാരത്തിൽ നമ്മൾ ഓരോ ക്ലാസ് കണ്ടന്റ് ചെയ്യുമ്പോൾ, നോൺ കണ്ടന്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു വ്യൂ, ആ ഒരു വ്യൂവർഷിപ്പ്, ആ ഒരു അഭിപ്രായം ഒന്നും ക്ലാസ് കണ്ടന്റിൽ ഇല്ല. എക്സാമിന് അടുപ്പിച്ച് ചെയ്യുന്ന ക്ലാസ് കണ്ടന്റിൽ ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതർ കണ്ടന്റ്സ് ചെയ്യുമ്പോൾ, അതായത് ഏതെങ്കിലും കട്ട് ഓഫ് വരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് പലപ്പോഴും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് സാർ ഞാൻ അതർ കണ്ടന്റ്സ് വീഡിയോസ് ചെയ്യുമ്പോൾ ചോദിച്ചു, നമ്മുടെ ചാനലിൽ തന്നെ ചില ആളുകൾ കമന്റ് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് അതർ കണ്ടന്റ്സ്? അതർ കണ്ടന്റ്സ് ചെയ്യുമ്പോഴാണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യം. അല്ലാതെ ക്ലാസ് കണ്ടന്റിനകത്ത് എന്തില്ല? ആളുകളുടെ വ്യൂവർഷിപ്പ് ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ കുറെ വിദ്യാർത്ഥികളെങ്കിലും സീരിയസ്ലി പഠിക്കണം. ദിശ അക്കാഡമിയുടെ ചാനൽ ഫോളോ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ അതർ കണ്ടന്റ്സ് ഫോളോ വേണ്ട അതർ കണ്ടന്റ്സ് മാത്രമേ ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്യത്തുള്ളൂ, വെറുതെ കണ്ടന്റ്സ് ചെയ്യത്തില്ല. ഞാൻ അതുൽ സാറിന്റെ അടുത്തും നിത്യാമിസിന്റെ അടുത്തും ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വേണ്ട കണ്ടന്റ്സ് മാത്രം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക. പറയുന്നവർ എന്തു പറഞ്ഞോട്ടെ, ഒന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. പ്രോപ്പർലി അവരെ ഗൈഡ് ചെയ്യുക. ഇന്നത്തെ GK ക്ലാസ്സിൽ നിത്യാമിസ് വളരെ കൃത്യമായി ഒരു GK പ്രിപ്പയർ ചെയ്യേണ്ട വിദ്യാർത്ഥി എങ്ങനെ തുടങ്ങണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ അനുസരിച്ച് ഫോളോ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ 2026 നോട്ടിഫിക്കേഷൻ വന്ന് 27 നടക്കുന്ന പരീക്ഷയ്ക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ അക്കാഡമിക്ക് സാധിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇതെന്റെ ഒരു വിനീതമായ അഭ്യർത്ഥനയായി, റിക്വസ്റ്റ് ആയി മനസ്സിലാക്കി എന്ത് ചെയ്യുക, മുന്നമേ പഠിച്ചു തുടങ്ങുക. ഏത് മീഡിയം വേണേലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ ഒരിക്കലും ഒരു രീതിയിലും നിർബന്ധിക്കത്തില്ല. ഇത് ദിശ അക്കാഡമിയിലൂടെ റിസൾട്ട് അച്ചീവ് ചെയ്ത സ്റ്റുഡൻസ് തന്നെയാണ്. അവരുടെ ഫീഡ്ബാക്ക് അവർ പലപ്പോഴും ഓപ്പൺലി തന്നെ നമ്മുടെ ചാനൽ വഴി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും SSC GD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു വലിയ എക്സാം ഒന്നുമല്ല. SSC CGL-മായി കമ്പയർ ചെയ്യുമ്പോൾ അത്ര ടഫസ്റ്റ് പരീക്ഷയൊന്നുമല്ല. നമ്മൾ ഒരുവിധം പഠിക്കാമെങ്കിൽ കയറി എടുക്കാൻ പറ്റുന്ന പരീക്ഷ മാത്രമേ ഉള്ളൂ SSC GD. അപ്പൊ SSC CGL എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ കൊടുക്കുന്ന ഒരു അക്കാഡമി എന്നുള്ള നിലയ്ക്ക് GD എക്സാംസ് അക്കാഡമിയെ സംബന്ധിച്ച് വളരെ ചെറിയ എക്സാം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായി ഫോളോ ചെയ്ത് ഡെഡിക്കേറ്റഡ് ആയി പ്രിപ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മളെപ്പോഴും വെറുതെ എനിക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കൂ. ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് മറ്റൊന്നും ആലോചിക്കാതെ നിങ്ങളുടെ 100% കോൺസെൻട്രേഷൻ ഇട്ട് പഠിക്കൂ. ഡെഫിനറ്റ്ലി നമ്മുടെ വിദ്യാർത്ഥികൾ റിസൾട്ടിൽ എത്തിയിരിക്കും. അതിന് ഏത് പാറ്റേൺ ചേഞ്ച് വന്നെന്ന് പറഞ്ഞാലും മൊത്തത്തിലൊന്നും പാറ്റേൺ മാറാൻ പോകുന്നില്ലല്ലോ. 1-2 ടോപ്പിക്കുകൾ ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് പുതുതായിട്ട് വരാം. എന്നാൽ പോലും നമ്മളുടെ ബേസ് സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ എക്സാം ക്ലിയർ ചെയ്തിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ ഇതൊരു അഭ്യർത്ഥനയായിട്ട് നിങ്ങൾ മാനിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. പുതിയ ക്ലാസ് സീരീസുകൾ വരാനായിട്ട് പോവുകയാണ്. ഒരുപാട് ലെങ്തി ക്ലാസ്സുകളൊന്നും ഇടുന്നില്ല. വളരെ കുറച്ച് നിങ്ങളെ രസകരമായി ഒന്ന് ഇന്ററാക്ട് ചെയ്ത് കൊണ്ടുപോവുക. ഇതാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള കണ്ടന്റ്. അതിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റെസ്പോൺസുകൾ അധ്യാപകർ ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ലേടാ, ഇപ്പൊ ഒരു യൂട്യൂബ് ബ്ലോഗേഴ്സ് പോലും അവരുടെ വ്യൂ, അവരുടെ ലൈക്ക്, അവരുടെ കമന്റുകൾ, ഇതൊക്കെയാണല്ലോ അവർക്കൊരു പ്രോത്സാഹനം എന്ന് പറയുന്നത്. എന്ന് പറയുന്ന പോലെ ഈ അധ്യാപകർക്ക് എന്താണ് പ്രോത്സാഹനം? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ യൂട്യൂബ് ക്ലാസ് കണ്ടന്റുകളിൽ നിന്ന് നമുക്കൊരു മോണിറ്റൈസേഷനും കിട്ടാൻ പോകുന്നില്ല. ക്ലാസ്സുകൾ എത്ര പേര് കാണും? ഇപ്പോൾ ഒരു വീട്ടിലെ വ്ളോഗിംഗ് വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ 2 ലക്ഷം ആൾക്കാർ കാണും. പക്ഷെ ഒരു ക്ലാസ് എടുത്തിട്ട് കഴിഞ്ഞാൽ എത്ര പേര് കാണും? 1000 പേര്, 2000 പേര്, അല്ലെങ്കിൽ 3000 പേര്. അത്രയും പേരായിരിക്കും ഒരു ക്ലാസ് ആവശ്യമായിട്ടുള്ളവർ കാണും. പക്ഷെ അത്രയും പേരൂടെ കാണുകയോ സപ്പോർട്ട് തരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ഇടുകയോ ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ അധ്യാപകരും എന്തായി പോകും? ഡിസപ്പോയിന്റഡ് ആയി പോകും. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അവരെ ക്ലാസ്സുകൾ ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ ചെയ്തു തരാൻ വേണ്ടി അവരെ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ഞാൻ മാത്രമല്ല, വലിയൊരു ടീം. ദിശയുടെ മെയിൻ ചാനൽ കൂടാതെയാണ് ദിശയുടെ ആർമി ചാനൽ വരുന്നത്. ബാങ്കിങ് ചാനലുണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ചാനലുണ്ട്. അങ്ങനെ ദിശയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓഫ്ലൈൻ അക്കാഡമികളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ക്ലാസ്സുകൾ തരുന്ന അധ്യാപകരെ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കുക. അവർ തീർച്ചയായിട്ടും നിങ്ങളെ ഒരു കറക്റ്റ് എക്സാമിലേക്ക്, ആഗ്രഹിക്കുന്ന ഒരു എക്സാമിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചിട്ടയായിട്ട് വളരെ നേരത്തെ തന്നെ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങളുടേതായ ഇഷ്ടപ്പെട്ട വേയിലൂടെ. അപ്പോൾ ഓക്കെ, ഈ ഒരു പറഞ്ഞ കാര്യം ഓർത്തോളുക. അപ്പൊ ഇനി തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ വരും. നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.